അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ മെട്രിക്സിനെ കുറിച്ചുള്ള ചില ബേസിക് കാര്യങ്ങൾ നമുക്കറിയാം എന്നുള്ള അസംഷനിലാട്ടോ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം, മെട്രിക്സിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെയൊക്കെ ബേസിക് പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് അറിയാം. അതായത് പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ നമുക്ക് പരിചയമുള്ള ആ സാധനങ്ങളൊക്കെ നമുക്കറിയാം എന്നുള്ള അസംഷനിലാണ് ഞാനിപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇപ്പോൾ നിങ്ങൾ ലീനിയർ ആൾജിബ്ര ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ ആർട്ടിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർട്ടി തുടക്കത്തിൽ തന്നെ മെട്രിക്സിനെ കുറിച്ചുള്ള ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചിലതൊക്കെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനിൽ അദ്ദേഹം അവിടെയാണ് മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നതും മെട്രിക്സിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ അവിടെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു അപ്രോച്ചാണ്. അതിൻ്റെതായ ചില രസകരമായ വശങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ മെട്രിക്സിനെ കുറിച്ചുള്ള ബേസിക് ഡിസ്കഷൻസ് ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചാനൽ വേറെ വരും, മെട്രിക്സിനെ കുറിച്ചുള്ള ബേസിക് ഡിസ്കഷൻസൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് പ്ലസ് ടു മുതൽ അറിയുന്ന മെട്രിക്സിൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവാണ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചിട്ട് അതൊന്നും നമ്മൾ പറയില്ല എന്നുള്ളതല്ല, അതൊക്കെ നമ്മൾ പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് തന്നെ വളരെ ബേസിക്കലി ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി പോസ് ചെയ്തിട്ട് റിസൾട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇവിടെ യു എന്ന് വിയിലേക്ക് ഉള്ള ഒരു ലീനിയർ ട്രാൻസ്മിഷൻ T1 തന്നിട്ടുണ്ട്, വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്മിഷൻ T2 തന്നിട്ടുണ്ട്. ഈ യുവിൻ്റെയും വിൻ്റെയും ഡബ്ല്യൂൻ്റെയൊക്കെ ഓർഡേർഡ് ബേസിസുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പം നമുക്കിവിടെ T2 കോമ്പോസിറ്റ് T1 ഡിസ്കസ് ചെയ്തൂടെ, അതായത് T2 T1 ഡിസ്കസ് ചെയ്തൂടെ അല്ലേ? അത് എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വർക്ക് ചെയ്യും? യുന്ന് ഡയറക്റ്റ്ലി ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്ന ലീനിയർ ട്രാൻസ്മിഷനാണ് T2 കോമ്പോസിറ്റ് T1 അല്ലേ? T2 കോമ്പോസിറ്റ് T1 ഒരു ലീനിയർ ട്രാൻസ്മിഷനാണെന്നൊക്കെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ്. സോ ആ T2 T1നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ഉണ്ടാവുമല്ലോ, അതാണ് മെട്രിക്സ് ഓഫ് T2 T1. ആൻഡ് മെട്രിക്സ് ഓഫ് T2 T1 ഈക്വൽ ടു മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു മെട്രിക്സ് ഓഫ് T1. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് അല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൂഫ് അങ്ങ് എഴുതുകയാണ്, അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഇത് പ്രൂവ് ചെയ്യുമ്പം നമ്മുടെ മനസ്സിൽ ഈ ഒരു റിസൾട്ട് ഓർമ്മ വേണേ, എം ഓഫ് ടി ഓഫ് വി ഈക്വൽ ടു എം ഓഫ് ടി ഇൻറ്റു എം ഓഫ് വി. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുക. വേണമെങ്കിൽ ഇതൊരു ഹിൻഡാക്കി എടുത്തിട്ട് സ്വയം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചോളൂ. ഞാൻ ഇനി ഇവിടെ അങ്ങ് എഴുതട്ടെ. ഞാൻ അധികം വിശദീകരിക്കില്ല. ഞാൻ എഴുതുന്ന എന്തെങ്കിലും മനസ്സിലാവായ്മ പിന്നീട് ചോദിച്ചാൽ മതി, നിങ്ങൾ വാട്സപ്പ് ത്രൂ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങ് എഴുതട്ടെ പ്രൂഫ്. സോ എം ഓഫ് T2 T1, ഈ T2 T1 എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വർക്ക് ചെയ്യുന്നത്? ഈ യു എന്ന് ഡബ്ല്യൂയിലേക്ക് ഡയറക്റ്റ്ലി അല്ലേ? അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഇൻപുട്ട് ഇതിന് കൊടുക്കട്ടെ, യു. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക. അതാ ടിക്ക് പകരം T2 T1 എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ എത്തിക്കൂടെ, ദിസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് T2 T1 ഇൻറ്റു എം ഓഫ് യു ചെയ്താൽ അല്ലേ? കറക്റ്റ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഇട്ടു. ഇനി വീണ്ടും ഞാൻ ഇവിടെ തന്നെ തുടങ്ങട്ടെ കേട്ടോ. എം മെട്രിക്സ് ഓഫ് T2 T1 ഓഫ് യു ഈക്വൽ ടു മെട്രിക്സ് ഓഫ്, ഇവിടെ ഇത് അപ്ലൈ ചെയ്തതിന് പകരം ഉള്ളിൽ മറ്റൊരു പരിപാടി ചെയ്യാം. ശരിക്കും T2 T1 ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പോസിഷൻ അല്ലേ? അപ്പോൾ T2 ഓഫ് T1 ഓഫ് യു അല്ലേ? അപ്പോൾ ഇതിന് പകരം T2 ഓഫ് T1 ഓഫ് യു എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ T2 എന്ന് പറഞ്ഞത് വിന്ന് ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനാണ്. അതിന് ഈ T1 ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താ? T1 ഓഫ് യു പറയുമ്പോൾ വിയിലുള്ള ഒരു വെക്ടർ അല്ലേ? T1 ഓഫ് യു എന്ന് പറയുമ്പോൾ യുവിൻ്റെ ഇമേജ് അല്ലേ? അപ്പോൾ വിയിലൊരു വെക്ടറാണ്. സോ T2ക്ക് വിയിലുള്ളൊരു ഇൻപുട്ട് കൊടുത്താണത് T1 ഓഫ് യു അല്ലേ? അപ്പോൾ ഇവിടുത്തെ ടിക്ക് പകരം ഞാൻ ഈ T2 എടുക്കും, ഈ വിക്ക് പകരം T2ൻ്റെ ഇൻപുട്ടായ T1 ഓഫ് യു എടുക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ എന്നിട്ട് ഞാൻ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുക. സോ ദിസ് ഈക്വൽ ടു എ മെട്രിക്സ് ഓഫ് T2 അല്ലേ? ഈ ടി അങ്ങനെ തന്നെ ഇവിടെ വരും അല്ലേ? അതേമാതിരി ഈ T2 അങ്ങനെ തന്നെ ഇവിടെ വന്നു. മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു പിന്നെന്താണ് മെട്രിക്സ് ഓഫ് ഇൻപുട്ട് അല്ലേ? ഇൻപുട്ട് വെക്ടർ. ഇവിടുത്തെ ഇൻപുട്ട് വെക്ടർ ഏതാണ്? T1 ഓഫ് യു. മെട്രിക്സ് ഓഫ് T1 ഓഫ് യു. ക്ലിയർ? യെസ്. ഇത് നേരെ ഇവിടെ അപ്ലൈ ചെയ്ത് അത്ര മാത്രം തന്നെ. നൗ ദിസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് T2 അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് ഓഫ് T1 ഓഫ് യു ഞാൻ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് T1 ഇൻറ്റു മെട്രിക്സ് ഓഫ് യു. ഇത് നേരെ ഇവിടെ അപ്ലൈ ചെയ്തു മാത്രം. ടി ഓഫ് വിക്ക് പകരം T1 ഓഫ് യു. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കിട്ടൂലേ? ഓക്കെ, നൈസ്.
ഇനി നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അപ്പോൾ എനിക്ക് ബ്രാക്കറ്റ് മാറ്റിയിടാം. ദിസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു മെട്രിക്സ് ഓഫ് T1 ഇൻറ്റു മെട്രിക്സ് ഓഫ് U അല്ലേ. സോ നൗ ദിസ് ഈസ് ഈക്വൽ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. അപ്പോൾ ഇനി 1ഉം 2 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം ഉണ്ടല്ലേ. മെട്രിക്സ് ഓഫ് T2 T1 ഓഫ് U ആണ്, ഇവിടെ മെട്രിക്സ് ഓഫ് T2 T1 ഓഫ് U ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഇംപ്ലൈസ് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മെട്രിക്സ് ഓഫ് T2 T1 ഇൻറ്റു മെട്രിക്സ് ഓഫ് U ഈക്വൽ ടു ഇവിടെ മെട്രിക്സ് ഓഫ് T2 ഇൻറ്റു മെട്രിക്സ് ഓഫ് T1 അതൊരു ബ്രാക്കറ്റിൽ പുറത്ത് M ഓഫ് U അല്ലേ. ഇനി നോക്കൂ, ഇതിൽ നിന്ന് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് പോസിറ്റീവ് ആലോചിക്കുക എങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ എന്താ, ഇവിടെ ഒരു M ഓഫ് U അധികം ഉണ്ടല്ലേ, കമ്പയർ ചെയ്യുമ്പോൾ ഒരു M ഓഫ് U അധികം ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് പോസിറ്റീവ് ആലോചിക്കുക, ഞാൻ പറയാം. ഇവിടെ ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ U ബിലോങ്സ് ടു U അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ യുവിൻ്റെ ബേസിസിലെ വെക്ടേഴ്സ് ഇവിടെ ഇട്ട് കൊടുത്തൂടെ. ആദ്യം നമുക്ക് U1 ഇട്ട് കൊടുക്കാം. U1 ഇട്ട് കൊടുക്കുമ്പോൾ M ഓഫ് U1 അവിടെ വരിക അല്ലേ. M ഓഫ് U1 എന്ന് പറയുമ്പോൾ എന്താ വരിക, ഈ U1ൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് എങ്ങനെ വരിക, 1 0 0 0 എക്സെട്ര അങ്ങനെ പോകുന്ന ആ കോളം മെട്രിക്സാണ് വരിക അല്ലേ. അപ്പോൾ M ഓഫ് U1 കൊടുക്കുമ്പോൾ ഇവിടെ ആ 1 0 0 എക്സെട്ര വരുന്ന കോളം മെട്രിക്സ് വരും. അതും ഈ മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഉത്തരം കിട്ടുക, ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ഇതും ആ 1 0 0 എന്ന് പറയുന്ന എക്സെട്ര പോകുന്ന ആ കോളം മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളാണ്. ഇനി ഇവിടെയും നമ്മൾ M ഓഫ് U1 വരുമ്പം അതേ കോളം മെട്രിക്സ് അല്ല എവിടെയും വരിക, 1 0 0 എക്സെട്ര പോകുന്നത്. അതും ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള മെട്രിക്സ്, അതായത് ഈ പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റായിട്ട് വരുന്ന മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത് മെട്രിക്സും ആ 1 0 0 പോകുന്ന ആ കോളം മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളല്ലേ കിട്ടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ U1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും ഈക്വലാണ് കിട്ടി. ഇനി അതേപോലെ അടുത്തത് ഇവിടെ U2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ M ഓഫ് U2 ഇവിടെ വരും. അപ്പോൾ M ഓഫ് U2 പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് എങ്ങനെ വരിക, 0 1 0 0 എക്സെട്ര അങ്ങനെ പോകും അല്ലേ. ആ കോർഡിനേറ്റ് മെട്രിക്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഗോളാണ് കിട്ടുക അല്ലേ. അതേപോലെ തന്നെ ഇവിടെ M ഓഫ് U2 കൊടുക്കുമ്പോൾ ഈ മെട്രിക്സിൻ്റെ സെക്കൻഡ് ഗോളം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ മെട്രിക്സിൻ്റെ സെക്കൻഡ് ഗോളും ആ മെട്രിക്സിൻ്റെ സെക്കൻഡ് ഗോളും ഈക്വലാണ്. അങ്ങനെ നമ്മളിവിടെ ബേസിസിലെ വെക്ടേഴ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മെട്രിക്സിൻ്റെയും ആ മെട്രിക്സിൻ്റെയും എല്ലാ കോളങ്ങളും ഈക്വലാണ് കിട്ടും. സോ ഈ രണ്ട് മെട്രിക്സും ഈക്വലാണ്. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിവേ ഞാൻ പ്രൂവ് ചെയ്തു.